ഒളിമ്പിക്സ് മെഡലുകൾ വാരിക്കൂട്ടുന്ന ചൈനയുടെ കായിക മികവിന് പിന്നിലുള്ള അതികഠിനമായ പരിശ്രമത്തെ പീഡനമെന്ന് ആക്ഷേപിക്കുന്ന അമേരിക്കൻ മാധ്യമ പ്രവർത്തകന്റെ അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്ത്. കുട്ടികളെ കരുണയില്ലാത്ത കാർക്കശ്യത്തോടെ പരിശീലിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ നടന്ന ഒളിമ്പിക്സിൽ അമേരിക്കയെ പിന്തള്ളി ഒന്നാമതെത്തിയ ചൈനീസ് കുതിപ്പിന് പിന്നിലെ രഹസ്യങ്ങൾ എന്ന പേരിലാണ് ഡേവിഡ് ജോൺ എന്ന അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഡേവിഡ് ജോണിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ കുടുംബങ്ങളിൽ നിന്ന് വേർപെടുത്തി കടുത്ത പരിശീലനം നൽകുകയാണ് ചൈനീസ് സർക്കാർ. കുട്ടികളെ പീഡിപ്പിച്ചാണ് കായിക പരിശീലനം നൽകുന്നതെന്ന് ജോൺസിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു. സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർ പ്രത്യേക പരിശീലന കേന്ദ്രത്തിലേക്ക്. പിന്നീട് പുറം ലോകം കാണാത്ത പരിശീലനത്തിന്റെ വർഷങ്ങൾ. ഒരു ക്യാമ്പിൽ തന്നെ 150ഓളം കുട്ടികളുണ്ടാകും. ക്യാമ്പിൽ നമ്പറുകളിൽ അറിയപ്പെടുന്ന കുഞ്ഞുതാരങ്ങൾ വർഷത്തിൽ 1-2 തവണ മാത്രമാണ് കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. നീന്തൽക്കുളത്തിൽ ക്ഷീണിക്കുന്നവർക്ക് കൃത്രിമ ഓക്സിജൻ നൽകി മണിക്കൂറുകളോളം പരിശീലിപ്പിക്കുമെന്നും ജോൺസ് പറയുന്നു. ഭക്ഷണക്രമത്തിൽ കടുത്ത നിയന്ത്രണം. ചൈനയ്ക്കുമേൽ ആരോപിക്കപ്പെടുന്ന പീഡനത്തിന്റെ കഥകൾക്ക് രാഷ്ട്രീയ വിരോധമെന്ന സംശയത്തിന്റെ ആനുകൂല്യം നൽകുമ്പോൾ തന്നെ ഈ പരിശീലന പദ്ധതി കടുപ്പം തന്നെയെന്ന് സമ്മതിക്കേണ്ടി വരും. ഇത്രയും കടുത്ത പരിശീലനത്തിലൂടെ താരങ്ങളെ വളർത്തിയെടുക്കുന്ന ചൈനയ്ക്ക് സ്വർണം കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ആരും സമ്മതിച്ചു പോകും. ഒളിമ്പിക്സ് ഡെസ്ക് റിപ്പോർട്ടർ.